മക്കളെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു ഇപ്പം? അല്ല അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് അത് അവര് നാച്ചുറലി അങ്ങ് അറിഞ്ഞു പോകും എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് മോനിപ്പോ എത്ര വയസ്സായി? അവന് 8 വയസ്സായി. അവനെ വിളിച്ചിരുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അവന് ഇപ്പം അത് അവര് ഗ്രാജുവലി ഓരോ ഇതായിട്ട് ഇങ്ങനെ അറിഞ്ഞ് അപ്പോൾ അത്ര വലിയ പെയിൻ വരില്ല. ഒരു ദിവസം വിളിച്ചിരുത്തി അങ്ങനെ അങ്ങ് പറയുമ്പോൾ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റില്ല. അതവർ ഗ്രാജുവലി ഇങ്ങനെ അറിഞ്ഞു പോകും. അതാണല്ലോ നമ്മുടെ പ്രകൃതിയുടെ ഒരു നിയമം തന്നെ അതാണല്ലോ. പല വലിയ ദുഃഖങ്ങളും അതാണ്. നമുക്ക് ഒറ്റയ്ക്ക് മരണം പോലെ ഒറ്റ ദിവസം കൊണ്ടുള്ള കാര്യമല്ലല്ലോ. ഈ മരണമാണ് ഏറ്റവും വലിയൊരു ദുഃഖം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നത്, പെട്ടെന്നൊരു ദിവസം. ഇപ്പം അസുഖമായി കിടന്ന് മരിക്കുന്നില്ല, അത് ഏറ്റവും നല്ല ഭാഗ്യമാണ്. അസുഖമായിട്ട് കിടക്കാതെ ഒരു ആക്സിഡൻറ്റിലൊക്കെ മരിക്കുന്നതാണ് പെട്ടെന്നുള്ള ദുഃഖം എന്ന് പറയുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി സംഭവിക്കുന്നത്. അപ്പം അത്രത്തോളം ഒരു ഇതുണ്ടാവില്ല. പതുക്കെ അറിഞ്ഞ് വന്ന് ഇപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണം കുറച്ച് നാൾ അസുഖമായി കിടന്നിട്ട് മരിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ദുഃഖം വരില്ല, ഇല്ലേ? നമുക്കറിയാം അദ്ദേഹം ഒരുപക്ഷെ ആ മരിക്കുന്നതാണ് നല്ലതെന്ന് വരെ നമ്മൾ തോന്നിപ്പോവും കിടന്ന് എത്രയെന്ന് പറഞ്ഞാൽ. അതാണ് അതിൻ്റെ സത്യം. യഥാർത്ഥ സ്നേഹം അതാണ്. ഒരാൾ കിടന്ന് എത്ര വയസ്സ് വരെ ജീവിക്കുന്നു എന്നുള്ളതിലല്ല. അദ്ദേഹം കിടന്നു കഴിഞ്ഞാൽ അയാളെ അഴിന്തിക്കാതെ, അയാൾ കിടന്ന് മറ്റൊരാളുടെ സഹായത്തിൽ അഭ്യർത്ഥിച്ച് ആ അവസ്ഥ വരുത്തിക്കാതെ അദ്ദേഹം മരിക്കുന്നതാണ് ഏറ്റവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അദ്ദേഹം ആയിരിക്കണം. ഇപ്പം ഞാനായാലും അങ്ങനെയാണ്. കിടന്നു കഴിഞ്ഞിട്ട് മക്കളുടെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, മനസ്സിലായി? നമ്മൾ അഴുന്താതെ നമ്മൾ ആരോഗ്യമായിട്ടിരിക്കുമ്പോൾ മരിക്കുക, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതെ. സജനയുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞ മറ്റൊരു 2 കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ടു കാണുന്നു തോന്നുന്നു. 2 കാര്യങ്ങൾ സജന പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, എൻ്റെ സജനയുടെ രണ്ടാമത്തെ വിവാഹം വേണ്ടായിരുന്നു എന്ന് തോന്നി, പക്ഷെ അത് വേണമെന്നും എനിക്ക് തോന്നി. 2 വർഷം പറഞ്ഞോളൂ. വേണ്ടായിരുന്നു എന്ന് തോന്നി, പക്ഷെ അത് നന്നായി എന്നും എനിക്ക് തോന്നി എന്ന് പറയുന്നു. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് പറഞ്ഞാണ്. ഇപ്പൊ വേറെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത് നന്നായി എന്ന് തോന്നി. ഇനി എനിക്കൊരു വിവാഹം ഇല്ല എന്നും പറയുന്നു സജന. അല്ല, അത് നമുക്ക് ഇത് ഇപ്പോഴും ആക്ച്വലി ആ ഒരു ഇൻറ്റൻസിറ്റിയോടെ പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു പക്ഷേ ഉണ്ടാകാം. കാരണം നമ്മൾ ശബ്ദമൊന്നും ഇതിനെടുക്കാൻ പറ്റില്ല. വിവാഹം ഇല്ലെങ്കിൽ ഇല്ലാതെ ജീവിക്കും. എങ്ങനെയാണോ അങ്ങനെ. നമ്മൾ ഇന്നിപ്പോൾ എനിക്കൊരു പെണ്ണൊക്കെ അങ്ങനൊന്നും അല്ലല്ലോ. നമ്മളിപ്പോൾ സജിന പറയുന്നത് ഇപ്പോഴത്തെ മാനസികാവസ്ഥ, ഇപ്പോഴത്തെ കാര്യം വെച്ചിട്ടാണ്. കാലങ്ങൾ കടന്നു പോവില്ലേ. ഇപ്പം നാളെ ചിലപ്പോൾ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ട് വേണം. ഇതൊക്കെ നമ്മൾ ഇനിയുള്ള എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ജീവിച്ചുള്ള എക്സ്പീരിയൻസിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിച്ച് അതിലാണ് ഏറ്റവും സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അദ്ദേഹം പിന്നെ വിവാഹം കഴിക്കില്ല. ഈ ഒറ്റയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൈനസായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അന്നേരമാണ് അദ്ദേഹം ഇങ്ങനെ അതാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി ഞാനും അതേ കണക്ക് തന്നെ. ഞാനിപ്പോൾ ഇന്നത്തെ നിമിഷമല്ല നാളെ കല്യാണം കഴിക്കുമെന്നല്ല ഞാൻ പല ഇതിലും പറയുന്നത്. ചിലപ്പോൾ ഞാൻ വിവാഹം കഴിക്കാതെ തന്നെ ജീവിക്കാം. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ യാത്രയിൽ അതാണ് എനിക്ക് സുഖമെന്ന് തോന്നിയാൽ ഞാൻ അങ്ങനെ തന്നെ ജീവിക്കും. അതാണ് കംഫർട്ടെന്ന് തോന്നിയാൽ അങ്ങനെ തന്നെ ജീവിക്കും. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നി, എന്നെ ഒന്ന് കെയർ ചെയ്യാൻ, അല്ലെ എനിക്ക് തിരിച്ചൊന്ന് എന്നെ സ്നേഹിക്കാൻ ഒരാൾ വേണമെന്ന് തോന്നിയാൽ ഞാൻ ആഗ്രഹിക്കും. അതൊക്കെ ഇത് മനുഷ്യരല്ലേ, നമ്മൾ കമ്പ്യൂട്ടറുകളും മറ്റ് യന്ത്രങ്ങളൊന്നും അല്ലല്ലോ. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വെറും വിചാരങ്ങളുള്ള ചിന്തകളുള്ള പച്ചയായ മനുഷ്യരാണ്. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.